ഓക്കെ, അപ്പൊ അനഘ, എന്താണ് വേദികളിൽ നടക്കുന്നത്? അതായത് വേദികളിൽ നാടോടി നൃത്ത മത്സരമൊക്കെ നടക്കുന്നു. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുൻപേ നമുക്ക് മറ്റൊരു റിപ്പോർട്ട് കാണേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട്. എന്താണ് റിപ്പോർട്ട്? അതായത് ഒരു മൈമുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ മറ്റ് അതിഥികളിലേക്കൊക്കെ നമുക്ക് പോവേണ്ടതുണ്ട്. ഒരുപാട് കൊച്ചുമിടുക്കന്മാരുടെയും ഇടുക്കികളുടെയും വിശേഷങ്ങൾ ഇവിടെ പങ്കുവെക്കേണ്ടതുണ്ട്. അതൊക്കെ എല്ലാവരിലേക്കും എത്തിക്കേണ്ടതുണ്ട്. നമുക്ക് ആ മൈമിന്റെ റിപ്പോർട്ട് ഒന്ന് കണ്ടിട്ട് വരാം. വേദിയുടെ നിറവ് പോലെയായിരുന്നു മൂകാഭിനയ മത്സരവും. നിറച്ചായമിട്ട് മൂകമായി കുട്ടികൾ തുറന്നു കാട്ടിയത് സമൂഹം മൗനം കൊണ്ട വിഷയങ്ങളിലേക്കായിരുന്നു. വാളയാർ അമ്മയിൽ നിന്ന് തുടങ്ങി സ്ത്രീ സുരക്ഷയും സ്വാതന്ത്ര്യവും വയനാട്ടിലെ മൃഗവേട്ടയും വരെ വിഷയങ്ങളായി. കുട്ടികൾക്കൊന്നും കുട്ടിക്കളിയല്ല, സമൂഹത്തിന്റെ വർത്തമാനങ്ങളുടെ പ്രതിഫലനമായിരുന്നു മൂകാഭിനയ മത്സരം. മത്സരവേദികളിൽ ആവർത്തന വിരസത ഒട്ടുമില്ലായിരുന്നു. അത് ആശയത്തിലായാലും വേഷവിധാനത്തിലായാലും പ്രകടനത്തിലായാലും വേറിട്ട രസക്കാഴ്ചയാണ് കുട്ടികൾ സമ്മാനിച്ചത്. തെയ്യത്തിന്റെ മുഖത്തെഴുത്തു മുതൽ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുവിരിച്ച മുഖങ്ങൾ വരെ തകർത്താടിയ വേദിയായിരുന്നു മൂകാഭിനയത്തിന്റേത്. നിലക്കാത്ത കയ്യടികളായിരുന്നു കോഴിക്കോട് കുട്ടികൾക്ക് സമ്മാനിച്ചത്. കല കോഴിക്കോടൻ മണ്ണിലരിഞ്ഞതാണ്. പ്രേം നസീറും ബാബുരാജും മലയാളികളുടെ കുതിരവട്ടം പപ്പുവും നിറഞ്ഞ കോഴിക്കോട് ടൗൺ ഹാൾ ചടുലമായി മത്സരാർത്ഥികളുടെ മൂകാഭിനയത്തിൽ. നിറഞ്ഞ സ്നേഹത്തോടെ കയ്യടികളോടെ കുട്ടികളെ യാത്രയാക്കുകയാണ് കോഴിക്കോട്. കലോത്സവ വേദിയായ ശ്രാവസ്തിയിൽ നിന്നും ടീം കേരള വിഷൻ ന്യൂസ്.